നമസ്കാരം. ഇന്ന് നടന്ന ക്ലാസ് 5ന്റെ മലയാളം കേരള പാഠാവലിയിലെ ചോദ്യങ്ങളും അവയിലെ 1 മാർക്കിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം, എഴുതാം. ഗദ്യഭാഗം വായിക്കുന്നില്ല. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എ ക്വസ്റ്റ്യൻ: നമ്മുടെ കൃഷി പലപ്പോഴും പരാജയമാകുന്നതിന്റെ കാരണമെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി. മണ്ണ് കോടാനുകോടി ജീവികളുടെ ആവാസസ്ഥാനമെന്ന് തിരിച്ചറിയാത്തത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബി ക്വസ്റ്റ്യൻ: കോടാനുകോടി ജീവികളുടെ ആവാസസ്ഥാനമാണ് അത്. ഏത്? ഏതാണ്? ഓപ്ഷൻ സി മണ്ണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സി ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് കൊടുത്തിട്ടുള്ളത് പ്രാണവായു. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ പെടുന്നവയാണോ പ്രാണവായു എന്നുള്ളത്? അതെ, പെടുന്നവയാണ്. ഇനി രണ്ടാമത്തേത് കോൺക്രീറ്റ്. അത് ശരിയാണോ? അല്ല. ഇനി മൂന്നാമതായിട്ട് വെള്ളം. അതും മനുഷ്യന് ആവശ്യമായവയാണ്. ഇനി നാലാമതായിട്ട് ഭക്ഷണം. അതും മനുഷ്യന് പ്രാഥമികമായിട്ട് ആവശ്യമായ ഒന്നാണ്. അപ്പം ഇതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 എന്നിവ ശരിയാണ് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. ഡി ക്വസ്റ്റ്യൻ: നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മണ്ണിനോട് ചേർന്ന് നിൽക്കുന്നതിനെ കുറിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ ഇ: തന്നിരിക്കുന്ന ഖണ്ഡികയിലെ പ്രധാന സന്ദേശം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓരോ വീട്ടുമുറ്റത്തും കൃഷി വേണം എന്നതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ 3 ചോദ്യങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വർണ്ണന തയ്യാറാക്കുക എന്നതായിരുന്നു. 2ൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. പ്രസ്താവന 1: ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രസ്താവന: ഇടുക്കിയിലെ താജ്മഹൽ വെള്ളത്തൂവലിൽ ആണ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നായിരുന്നു ചോദ്യം. ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്നാൽ രണ്ടാമത്തെ പ്രസ്താവന തെറ്റായതുമാണ്. ഇതിന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 ശരി, 2 തെറ്റ് എന്നതായിരുന്നു. ഇനി 2ൽ സി നോക്കാം. ഒരു കാര്യം നൽകിയിട്ടുണ്ട്. മണ്ണിനുള്ളിലെ മായാലോകത്തിലകപ്പെട്ടതുപോലെ ഡോക്ടർ ബീബിന് തോന്നി. കാരണം 100 കണക്കിന് ജീവികളുടെ അത്ഭുത ലോകം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ ബീബ് പുറം ലോകത്തെപ്പറ്റി മറന്നുപോയി. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കാര്യവും കാരണവും ശരിയാണ്. മൂന്നാമത്തെ പ്രവർത്തനത്തിൽ 2 ചോദ്യങ്ങളായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കഥാപാത്ര പരിചയം, ബി ക്വസ്റ്റ്യൻ വിശകലന കുറിപ്പ്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി നാലാമത്തെ പ്രവർത്തനത്തിലും നിങ്ങൾക്ക് 2 ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തേത് അനുഭവക്കുറിപ്പും രണ്ടാമത്തേത് അഭിപ്രായക്കുറിപ്പുമായിരുന്നു. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. ഇനി 5ാമത്തെ പ്രവർത്തനവും 6ാമത്തെ പ്രവർത്തനത്തിനും നിങ്ങൾ നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതായിരുന്നു. 5ാമത്തെ പ്രവർത്തനം സാങ്കല്പിക യാത്ര, 6ാമത്തേത് സംഭാഷണവുമായിരുന്നു. നമ്മൾ വീഡിയോയിലൂടെ 1 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. എന്നാൽ ഇതിനു ശേഷമുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ചിന്തകളും ഭാവനയും ഉപയോഗിച്ച് എഴുതേണ്ടവയാണ്. ഓരോരുത്തരും എഴുതുന്ന രീതി വ്യത്യസ്തമായിരിക്കും. മറ്റു പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എന്നതിലുപരി നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭാവനയ്ക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് പേടിക്കാതെ, തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭംഗിയായി എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും പരീക്ഷയിൽ മികച്ച വിജയം ആശംസിക്കുന്നു. അടുത്ത മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.